നസ്രസിലെ തോട്ടത്തിൽ വെച്ച് പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യത്തിൽ ശിഷ്യന്മാർക്ക് നൽകുന്ന ഉപദേശം. 1945 ജനുവരി 31. തലേ ദിവസം പെയ്ത പേമാരിയിൽ കഴുകി വെടിപ്പാക്കിയതുപോലുള്ള അടുക്കളത്തോട്ടം. ഈശോ തോട്ടത്തിലേക്ക് പോയി. മേരി ചില കൊച്ചു ചെടികളെ ശുശ്രൂഷിച്ചുകൊണ്ട് മേരിയുടെ തോളിൽ പിടിച്ച് അവളെ തന്നിലേക്ക് അടുപ്പിച്ചിട്ട് നെറ്റിയിൽ ചുംബിക്കുന്നു. പിന്നീട് അമ്മ കവളത്ത് ചുംബിക്കുന്നതിന് വേണ്ടി ഈശോ തലകുനിച്ചു നിൽക്കുന്നു. ഈ ചുംബനം ഇത്ര മനോഹരമാക്കുന്നത് ഈശോയുടെ നോട്ടമാണ്. സ്നേഹം നിറഞ്ഞ നോട്ടം, അതേസമയം ഗാംഭീര്യം തുളുമ്പുന്നതും സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്നതുമായ നോട്ടം. സ്നേഹവും ആദരവും തുളുമ്പുന്നതാണ് മേരിയുടെ നോട്ടം. അവർ ഇങ്ങനെ പരസ്പരം ചുംബിക്കുമ്പോൾ പ്രായം കൂടുതൽ ഈശോയ്ക്കാണെന്ന് തോന്നും. ഒരു പിതാവിൻ്റെ മുമ്പിൽ പിതാവിൽ നിന്നും അഥവാ ഒരു മൂത്ത സഹോദരനിൽ നിന്നും രാവിലെ ഉമ്മ വാങ്ങുന്നൊരു യുവതിയെപ്പോലെയാണ് മേരി. ഇന്നലെ വൈകുന്നേരം വീണ ആലിപ്പഴവും രാത്രിയിലത്തെ കാറ്റും അമ്മയുടെ പൂക്കളെയെല്ലാം നശിപ്പിച്ചോ? ഈശോ ചോദിച്ചു. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ശിഖരങ്ങൾ വളഞ്ഞും തിരിഞ്ഞും പോയി, അത്രയേയുള്ളൂ. മേരി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് പത്രോസ് ഇടുക്ക് കയറി അയാളുടെ പരിപരുത്ത സ്വരത്തിൽ പറഞ്ഞു. ഈശോ നോക്കുമ്പോൾ ചെറിയൊരു ഉടുപ്പ് മാത്രം ധരിച്ചു നിൽക്കുന്ന പത്രോസിനെയാണ് കാണുന്നത്. മുകളിലേക്ക് തിരിഞ്ഞുപോയ ഒരു അത്തിവൃക്ഷത്തിൻ്റെ ശിഖരം നേരെയാക്കുകയാണ് അയാൾ. ഇത്ര നേരത്തെ പണി തുടങ്ങിയോ? ഞങ്ങൾ മുക്കുവരാണ്. ഞങ്ങളുടെ ഉറക്കം മീനിൻ്റേതുപോലെയാണ്. ഏത് സമയത്തുറങ്ങും, എവിടെ വെച്ചുറങ്ങും. വിശ്രമിക്കാൻ ജനം ഞങ്ങളെ അനുവദിക്കുന്നത്ര നേരത്തേക്കേ ഉറങ്ങും. പിന്നീട് ഇതൊരു ശീലമാകും. ഇന്ന് രാവിലെ കതക് തുറക്കുന്ന ശബ്ദം കേട്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, സീമോൻ, അമ്മ എഴുന്നേറ്റ് കഴിഞ്ഞു. വേഗം പോയി അമ്മയെ സഹായിക്കൂ. നിന്റെ കൈകൾക്ക് കരുത്തുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു ഇന്നലെ രാത്രിയിൽ കാറ്റത്ത് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയോ എന്നോർത്ത് അമ്മ വിഷമിച്ചിരിക്കുന്നുണ്ടാകുമെന്ന്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് സംഭവിച്ചത്. സ്ത്രീകളുടെ സ്വഭാവം എനിക്ക് നല്ലപോലെ അറിയാം. വയലിൽ കിടന്ന് പിടക്കുന്ന ഒരു മീനിനെ പോലെയാണ് വലിയ കാറ്റൂതുമ്പോൾ എൻ്റെ ഭാര്യ കട്ടിലിൽ കിടന്നുരുളുന്നത്. അവളുടെ ചെടികൾക്ക് എന്തു പറ്റുമെന്ന ഭയം. പാവം. ചിലപ്പോൾ ഞാൻ അവളോട് പറയും, നിന്റെ സീമോൻ കായലിൽ കൊടുങ്കാറ്റിൽപ്പെട്ട് വൈക്കോൽ തുരുമ്പ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അയാളെ കായലൊലക്കുമ്പോൾ നിനക്കിത്ര വേവലാതിയില്ല. ഇത് നേരല്ല. അവളൊരു നല്ല ഭാര്യയാണ്. അവളുടെ അമ്മ ഒരു നല്ല ഭാര്യയായിരിക്കുക ഏതാണ്ട് അസാധ്യമാണ്. പത്രോസേ, നീ മിണ്ടാതിരി. അമ്മായി അമ്മയെപ്പറ്റി ഇവിടെ എന്തിനു പറയുന്നു? പിറുപിറുക്കുന്നത് തെറ്റാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ആരോടും പറയരുതാത്തതാണ്. ഗുരു, അങ്ങയുടെ വാക്കുകൾ എൻ്റെ മരത്തിലുള്ളിലും കയറി കഴിഞ്ഞു. ഈശോ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എല്ലാം നീ തന്നെയാണ് പറയുന്നത്. ഒരു കർഷകൻ്റെ വിവേകം നീ കാട്ടുന്നു. അത് നോക്കിക്കണ്ട് നിന്നോട് മതിപ്പ് തോന്നാനും നിന്നെ പ്രശംസിക്കാനും മാത്രമേ എനിക്ക് കഴിയൂ. ഇളകിപ്പോയ ചെടികളെല്ലാം നേരെ നിർത്തി കെട്ടിക്കഴിഞ്ഞു. കായ്കളുടെ ഭാരം കൊണ്ട് വളഞ്ഞൊടിയാറായി നിൽക്കുന്ന ആ പേരമരത്തിന് അവൻ നല്ല ഒരു ഊന്നുവടി കൊടുത്തു കഴിഞ്ഞു. മാതള നാരകത്തിനെ കയറ് കെട്ടി വലിച്ചും അതും നേരെയാക്കി. മേരി പറഞ്ഞു. ആ മാതള നാരകം കണ്ടാൽ ഒരു പ്രീശനാണ് എന്ന് തോന്നും. തനിക്കും സൗകര്യമുള്ള ഭാഗത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നു. വള്ളത്തിൽ കിട്ടിയൊരു പായ പോലെ ഞാൻ അതിനെ നേരെയാക്കി. ഞാൻ അതിനോട് പറഞ്ഞു, മധ്യഭാഗത്ത് നിൽക്കുന്നതാണ് നല്ലതെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? തലയിലൊന്നുമില്ലാത്ത മടയ, ഇങ്ങു വരൂ, അല്ലെങ്കിൽ ഭാരം കൂടുതൽ കൊണ്ട് ഒടിഞ്ഞു താഴെ കിടക്കും. ഇപ്പോൾ ഞാൻ ഈ അത്തിമരം ശരിയാക്കുകയാണ്. അതിൽ സ്വാർത്ഥതയുണ്ട്. എല്ലാവർക്കും വിശക്കുമല്ലോ എന്ന് ഞാൻ ഓർത്തു. നല്ല അത്തിപ്പഴം, റൊട്ടി, പിന്നെന്ത് വേണം? അന്തിപ്പാസിന് പോലും ഇതിനേക്കാൾ നല്ല ആഹാരം കിട്ടില്ല. ഞാൻ സൂക്ഷിക്കണം. അത്തിമരത്തിൻ്റെ ശിഖരങ്ങൾ ആദ്യത്തെ പ്രേമസൂക്തങ്ങൾ ഉരുവിടുന്ന ഒരു പിഞ്ചു പെൺകുട്ടിയുടെ ഹൃദയത്തേക്കാൾ ലോലമാണ്. എനിക്കാണെങ്കിൽ നല്ല ഭാരവുമുണ്ട്. നല്ല പഴങ്ങൾ അത്രയും ഉച്ചിയിലാണ്. വേനൽക്കാലത്തിൻ്റെ ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ അവ ഉണങ്ങിക്കഴിഞ്ഞു. അവയ്ക്കെന്ത് സ്വാദായിരിക്കും. എടാ പയ്യനെ, നീ അവിടെ വെറുതെ എന്നെയും നോക്കി നിൽക്കാതെ ആ കുട്ട ഇങ്ങെടുക്കൂ. ഒന്ന് ഉത്സാഹിച്ചേ. പണിപ്പുരയിൽ നിന്നും പുറത്തേക്ക് ജോൺ ഇറങ്ങിയതേയുള്ളൂ. പത്രോസ് പറഞ്ഞതുപോലെ കുട്ടയുമായി അവൻ ആ വലിയ അത്തിമരത്തിൽ കയറി. അവർ രണ്ടുപേരും മരത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും സൈമനും ജോസഫും യൂദാസ് കറിയോത്തയും പണിപ്പുരയിൽ നിന്നും പുറത്തിറങ്ങി. മറ്റുള്ളവരെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. പുതുതായി ചുട്ടെടുത്ത കുറേ റൊട്ടി മേരി കൊണ്ടുവന്നു. ചെറിയ വട്ടത്തിലുള്ള റൊട്ടി. പത്രോസ് പിച്ചാത്തി കൊണ്ട് റൊട്ടി മുറിച്ച് അകത്ത് പൊട്ടിച്ച് അത്തിക്കായി വെക്കുന്നു. ഈശോയ്ക്കും മേരിക്കും മറ്റുള്ളവർക്കും അയാൾ റൊട്ടിയും അത്തിപ്പഴവും കൊടുക്കുന്നു. നല്ല തണലുള്ള അടുക്കളത്തോട്ടത്തിലിരുന്ന് സ്വാദോടുകൂടി അവരത് ഭക്ഷിക്കുന്നു. രാവിലത്തെ വെയിലത്ത് തോട്ടം അതിമനോഹരമാണ്. തലേദിവസം പെയ്ത മഴയും അന്തരീക്ഷം ശുദ്ധമാക്കാൻ സഹായിച്ചിട്ടുണ്ട്.
പത്രോസ് പറഞ്ഞു, ഇന്ന് വെള്ളിയാഴ്ചയാണ്, നാളെയാണ് സാബത്ത്. അത് ഞങ്ങൾക്കെല്ലാം അറിയാം, യൂദാസ് കറിയോത്ത പറഞ്ഞു. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഗുരുവിനറിയാം. എനിക്കറിയാം, ഇന്ന് വൈകുന്നേരം നമ്മൾ കായൽക്കരയിലെത്തും. നീ വള്ളമിട്ടിരിക്കുന്ന സ്ഥലത്ത്. അവിടെ നിന്ന് നാം കഫർനാമിലേക്ക് വള്ളത്തിൽ പോകും. നാളെ ഞാൻ അവിടെ സംസാരിക്കും. പത്രോസിന് വളരെ സന്തോഷം. തോമസ്, ആൻഡ്രൂ, ജെയിംസ്, ഫിലിപ്പ്, ബെർത്തലോമിയ, യൂദാസ് തദേവൂസ് ഇവർ ഉറങ്ങിയതിന് വേറെ എവിടെയോ ആയിരിക്കും. അവരെല്ലാം വന്നു ചേർന്നു. അവർ പരസ്പരം അഭിവാദ്യം ചെയ്ത് കുശലം പറയുന്നു. ഈശോ പറഞ്ഞു, നമുക്കെല്ലാവർക്കും ഇവിടെ ഒന്നിച്ച് താമസിക്കാം. ഒരു പുതിയ അനുയായി കൂടി കാണും. അമ്മേ, വരൂ. എല്ലാവരും ഇരുന്നു. ചിലർ കല്ലേലും മറ്റു ചിലർ സ്റ്റൂളേലുമാണ് ഇരിക്കുന്നത്. മതിലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കല്ലുബെഞ്ചിൽ ഈശോ ഇരിക്കുന്നു. മറ്റുള്ളവർ ചുറ്റും. മേരി ഈശോയുടെ അടുത്താണ് ഇരിക്കുന്നത്. കാൽക്കൽ ജോൺ. നിലത്തിരിക്കാനാണ് അവനിഷ്ടം. അപ്പോൾ ഈശോയുടെ തൊട്ടടുത്തിരിക്കാം. ഈശോ സാവധാനം സംസാരിച്ചു തുടങ്ങി. ആ മുഖത്തും സ്വരത്തിലും ഗാംഭീര്യം പ്രകടമാണ്. സാധാരണ ഈശോ സംസാരിക്കുന്നത് ഈ രീതിയിലാണ്. അപ്പസ്തോലന്മാരുടെ സംഘത്തെ ഞാൻ എന്തിനോടാണ് ഉപമിക്കുക? നമ്മുടെ ചുറ്റും കാണുന്ന പ്രകൃതിയോട്. തണുപ്പ് കാലത്ത് ഭൂമി മരണമടഞ്ഞതുപോലെ തോന്നും. പക്ഷേ മണ്ണിൽ പൊതിഞ്ഞു കിടക്കുന്ന വിത്തുകൾ നിർജീവമല്ല. അവ പ്രവർത്തനനിരതമാണ്. വൃക്ഷങ്ങളുടെ തടിക്കുള്ളിൽ ഓടുന്ന രസം മണ്ണിനടിയിലുള്ള വേരുകളിൽ ശേഖരിച്ചിരിക്കുന്ന ജലാംശം വലിച്ചെടുക്കുന്നു. വേരുകളെ ഭൂമിക്കടിയിലുള്ള ശിഖരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. മരം പൂക്കാൻ കാലമാകുമ്പോൾ ശിഖരങ്ങളിൽ ജലാംശം കുറയാതിരിക്കാൻ വേരുകളിൽ വേണ്ടത്ര അത് ശേഖരിച്ചു വെക്കുന്നു. നിങ്ങൾ മഞ്ഞുകാലത്തെ ഭൂമി പോലെയാണ്. ഒന്നും വിളയാതെ വിജനമായി വിരൂപമായി കിടക്കുന്ന ഭൂമി. എന്നാൽ വിതയ്ക്കുന്നവൻ ഈ പാടത്തുകൂടി നടന്ന് വിത്ത് വിതച്ചു കഴിഞ്ഞു. കിളക്കുന്നവൻ നിങ്ങളുടെ അടുത്ത് വന്ന് മരത്തിന് ചുറ്റുമുള്ള മണ്ണ് കിളച്ച് ഇളക്കിക്കഴിഞ്ഞു. ഇവിടെ മണ്ണിളക്കാൻ വളരെ പ്രയാസമാണ്. മരത്തിൻ്റെ തടി പോലെ തന്നെ കഠിനമാണ് മണ്ണ്. മണ്ണിളക്കിയിട്ടാൽ മേഘങ്ങളിൽ നിന്നും വായുവിൽ നിന്നും വേരുകൾക്ക് പോഷകാഹാരം ലഭിക്കും. വേരുകൾക്ക് ഇത് ലഭിച്ചാൽ പിന്നീട് തായ്തടിക്കും കിട്ടും. മരം കായ്ക്കാൻ ഇത് ആവശ്യമാണ്. ദൈവത്തിനു വേണ്ടിയുള്ള ജോലിയിൽ ഫലം പുറപ്പെടുവിക്കുവാൻ നിങ്ങൾ തയ്യാറായതുകൊണ്ട് നിങ്ങളിൽ വിത്ത് വിതച്ച് നിങ്ങളെ കിളിച്ചു മറിച്ചു. അപ്പസ്തോലന്മാരെ പരിശീലിപ്പിച്ചെടുക്കുന്നത് മരങ്ങളെ വളച്ചൊടിക്കാൻ പോകുന്ന കൊടുങ്കാറ്റ് പോലെയാണ്. ലക്ഷ്യബോധമില്ലാത്ത ആക്രമം പോലെ തോന്നും. വെറുതെ ശക്തി പ്രകടിപ്പിക്കുന്നതാണോ എന്ന് തോന്നും. എന്നാൽ ഇന്നലത്തെ കൊടുങ്കാറ്റ് എന്തുമാത്രം ഉപകാരം ചെയ്തു എന്ന് നോക്കുവിൻ. വായു കുറേ കൂടി ശുദ്ധമായി. അന്തരീക്ഷത്തിൽ കുറേ കൂടി കുളിർമയുണ്ട്. പൊടി അടങ്ങി. ഉഷ്ണം ശമിച്ചു. ഇന്നലെ പ്രകാശിച്ച സൂര്യൻ തന്നെയാണ് ഇന്നും ആകാശത്ത് ജ്വലിച്ചു നിൽക്കുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ഇന്നലത്തെ അത്ര ചൂട് തോന്നുന്നില്ല. ഇന്നലത്തെ ചൂട് നല്ല പനിയുള്ളപ്പോൾ തോന്നുന്ന ചൂടായിരുന്നു. ഇന്ന് വായുമണ്ഡലം ശുദ്ധമാണ്. മഴ പെയ്തതിൻ്റെ കുളിർമയുമുണ്ട്. മനുഷ്യരെ പോലെ തന്നെ ചെടികൾക്കും വൃക്ഷങ്ങൾക്കും ആശ്വാസമായി. ശുചിത്വവും ശാന്തിയും എല്ലാ വസ്തുക്കളെയും സന്തുഷ്ടരാക്കുന്നു. മാത്രവുമല്ല, താരതമ്യപ്പെടുത്താൻ ആശയങ്ങൾ കൂടുതൽ സ്ഫുടമാക്കുന്നതിനും അറിവ് കൂടുതൽ സൂക്ഷ്മമാക്കുന്നതിനും സഹായിക്കുന്നു. ഇതില്ലെങ്കിൽ ലോകത്ത് തിന്മ മാത്രമേ കാണൂ. പലതരം മേഘങ്ങളെ ആകാശത്ത് കൊണ്ടെത്തിക്കുന്ന കൊടുങ്കാറ്റ് തന്നെയാണ് ഈ സന്തുലനം. മനുഷ്യരുടെ ഹൃദയങ്ങളിലും വിഷാദത്തിൻ്റെയും അസൂയയുടെയും കാർമേഘങ്ങൾ വന്നു മൂടാറില്ലേ? ദൈവകൃപയുടെ കാറ്റുവീശി ഈ മേഘങ്ങൾ ചിതറിപ്പോകുന്നു. അവയിലെ വൈകല്യങ്ങൾ പെയ്തു തീരുന്നു. ആകാശം വീണ്ടും പരിശുദ്ധമാകുന്നു. ഇന്ന് രാവിലെ അമ്മയ്ക്ക് വേണ്ടി പത്രോസ് ചെയ്ത ജോലി പോലെയാണ് നിങ്ങളെ സുവിശേഷ പ്രചാരകരാക്കി പരിശീലിപ്പിക്കാനുള്ള യത്നവും. നേരെയാക്കുക, വച്ചു കെട്ടുക, ബലമില്ലാത്തടത്ത് ഊന്നുകൊടുക്കുക, വേണ്ടാത്തത് എടുത്തു കളയുക. ആവശ്യമനുസരിച്ച് ഇതൊക്കെ ചെയ്യണം. നിങ്ങൾ ദൈവത്തിനു വേണ്ടി പണിയെടുക്കുന്ന ആരോഗ്യമുള്ള പണിക്കാരായി തീരണം. തെറ്റായ ധാരണകൾ തിരുത്തുക. ആത്മാവിനെതിരെ കലാപക്കൊടി ഉയർത്തുന്ന ശരീരത്തെ അടിച്ചമർത്തുക. ബലഹീനരായവരെ സഹായിക്കുക. തിന്മ ചെയ്യാനുള്ള വാസന ഇല്ലായ്മ ചെയ്യുക. ഭയത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോചിക്കുക. ഇതെല്ലാം ചെയ്യേണ്ടിയിരിക്കുന്നു. കൊടുമുടികളിൽ വസിക്കുന്ന പരുന്തുകൾ ആകാശത്തിൽ ഉയർന്നുയർന്നു പറക്കുന്നത് പോലെയാണിത്. ദൈവശുശ്രൂഷ ചെയ്യുകയാണ് ആ പറന്നുയരൽ. ഹൃദയവേഴ്ചകളാണ് കൊടുമുടികൾ. നിങ്ങളിൽ ഒരാൾ ദുഃഖിതനാണ്. അവൻ്റെ അപ്പൻ മരണശയ്യയിലാണ്. മകൻ സത്യത്തെ പിന്തുടർന്നെങ്കിലും അപ്പൻ സത്യത്തിൻ്റെ നേരെ ഹൃദയം കൊട്ടി അടച്ചിരിക്കുകയാണ്.
അടച്ചിട്ടെന്ന് മാത്രമല്ല സത്യത്തെ വെറുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതുവരെ സത്യത്തോട് എന്നിൽ നിന്ന് അകന്നു പോകൂ എന്ന് പറഞ്ഞിട്ടില്ല. ദൈവത്തെക്കാൾ വലിയവനാണ് താൻ എന്ന് തറപ്പിച്ചു പറഞ്ഞിട്ടുമില്ല. ഒരു സ്വരം നിന്നെ വിളിക്കുന്നു, അതിൻ്റെ പിന്നാലെ പോകൂ എന്ന് പറയാൻ അയാളുടെ ഹൃദയവും ചുണ്ടുകളും തുറക്കുന്നില്ല. വരൂ, ഗുരുവും നിന്നോടൊപ്പം വരട്ടെ. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്ത ദൈവത്തിന് നന്ദി. അങ്ങനെ ഒരാളെ തിരഞ്ഞെടുത്തത് വഴി രക്തബന്ധത്തെക്കാൾ ഉദാത്തമായ ഒരു ബന്ധം ദൈവവചനവും എൻ്റെ കുടുംബവുമായി ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ ഒരു മരണാസനൻ പറയുമെന്ന് അയാളുടെ മകനോ എനിക്കോ പ്രതീക്ഷയില്ല. എങ്കിലും സങ്കീർണമായ ചില കാരണങ്ങളാൽ അയാളുടെ മകൻ അയാളിൽ നിന്നും വിദ്വേഷത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാനും ഇഷ്ടപ്പെടുന്നില്ല. ഈ മകൻ കരയരുത്, അവൻ്റെ പിതാവിനോട് എനിക്ക് പകയോ വിദ്വേഷമോ ഇല്ല എന്നവൻ അറിയണം. എനിക്ക് അയാളോട് സഹതാപമേ ഉള്ളൂ. ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്ന് എനിക്കറിയാം. എങ്കിലും അങ്ങ് എന്തുകൊണ്ട് വന്നില്ല എന്നു മകൻ ചോദിക്കാനിടയാകരുത്. ഒരു ഹൃദയം വിദ്വേഷം കൊണ്ട് കല്ലിച്ചു പോയാൽ എന്തു ചെയ്താലും പിന്നെ ഒരു പ്രയോജനവുമില്ല എന്ന് ആ മകന് ബോധ്യമാകാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. കുടുംബത്തിലെ കലഹം കൊണ്ട് വേദനിച്ച് ഹൃദയം പൊട്ടാറായിരിക്കുന്ന നല്ലവളായ ഒരു സ്ത്രീയെ ആശ്വസിപ്പിക്കുന്നതിനും കൂടിയാണ് ഞാൻ വന്നത്. എന്നെ വെറുക്കുന്നവരെ പോലും ഞാൻ വെറുക്കുന്നില്ല എന്ന് അമ്മയ്ക്കും മകനും ബോധ്യമാകണം. ഇതുവരെയും താൻ വെച്ച് പുലർത്തിയ മതവിശ്വാസത്തോട് മരണം അടുത്തെത്തിയപ്പോഴും വിശ്വസ്തത കാട്ടുന്ന ആ വൃദ്ധനോട് എനിക്ക് ബഹുമാനമുണ്ട്. അയാളുടെ വിശ്വാസം നേർവഴി വിട്ടു പോയെങ്കിൽ കൂടി ഞാൻ അയാളെ ബഹുമാനിക്കുന്നു. ഇസ്രയേലിൽ ഈ മനുഷ്യനെ പോലെ ഏറെ ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എബ്രഹാമിൻ്റെ മക്കളെക്കാൾ പുറംജാതിക്കാരായിരിക്കാം എന്നെ സ്വാഗതം ചെയ്യുക. മനുഷ്യവർഗം രക്ഷകനെ പറ്റിയുള്ള സങ്കല്പം അധംപതിപ്പിച്ചു കളഞ്ഞു. ആത്മീയമായ രാജ്യത്വത്തെ ലൗകികമായ രാജാധികാരിയായി അവർ കണ്ടു. യഹൂദ വിശ്വാസത്തെ ആവരണം ചെയ്യുന്ന കട്ടിയുള്ള പുറംചട്ട ഭേദിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി ആ വിശ്വാസത്തിൻ്റെ അടിത്തട്ടിലെത്തി. ഫലം പുറപ്പെടുവിക്കുന്ന പുതിയ നിയമം അവിടെ സ്ഥാപിക്കണം. യഹൂദ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ ആത്മാവും അവിടെ തന്നെയാണ്. സീനാമലയിലെ ശിലയിൽ എഴുതിയ നിയമങ്ങളുടെ പാരമ്പര്യത്തിൽ വളർന്ന ഇസ്രയേൽ വിചിത്രമായ ഒരു കനി പോലെയാണ്. നാരുകൾ കൊണ്ടുള്ള ഉള്ള്, ഒന്നുകൊണ്ടും ഉടയാത്ത പുറന്തോട്, ഉള്ളിലെ മുളയ്ക്കൊരു തരത്തിലും പുറത്തേക്ക് വരാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഒരു പുതിയ ചെടി നട്ടുവളർത്താൻ സമയമായി എന്ന് നിത്യപിതാവ് കരുതുക. ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസമാണ് ഈ ചെടിയുടെ മുള. ദൈവഹിതം നിറവേറ്റുന്നതിനും യഹൂദ വിശ്വാസം ക്രൈസ്തവ വിശ്വാസമായി മാറുന്നതിനും പ്രമാണശിലകൾ വരെയും ഞാൻ തുളച്ചു കയറേണ്ടിയിരിക്കുന്നു. എൻ്റെ സ്നേഹം കൊണ്ട് ചൂടുപിടിച്ച ആ കനി വികസിക്കണം, മുളച്ചു വളരണം. ക്രൈസ്തവ വിശ്വാസമാകുന്ന മഹാവൃക്ഷമായി അത് വളരണം. പരിപൂർണവും നിത്യവും ദൈവികവുമായൊരു മതമായിരിക്കും അത്. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, യഹൂദ വിശ്വാസികളിൽ 100 ഈ പുതിയ വിശ്വാസം സ്വീകരിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ ഹൃദയം തുളക്കപ്പെടാതെ തന്നെയിരിക്കും. അതുകൊണ്ട് എന്നെ വേണ്ടാത്ത ഈ ഇസ്രയേൽക്കാരനെ ശപിക്കപ്പെട്ടവനായി ഞാൻ കരുതുന്നില്ല. അയാളുടെ മകനെ എനിക്ക് തരാത്തതിനെ അയാളെ കുറ്റപ്പെടുത്തുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മകനോട് പറയുന്നത്, നീ കരയരുത്. നിന്നെ ജനിപ്പിച്ച മാംസവും രക്തവും നിന്നെ ഉപേക്ഷിച്ചല്ലോ എന്നോർത്ത് മാംസരക്തങ്ങൾ വേദനിക്കും. എങ്കിലും കരയരുത്. ആത്മാവിനെ ഓർത്തു പോലും കരയരുത്. നിന്റെ വേദന നിന്റെ പിതാവിനും നിനക്കും നന്മ ചെയ്യും. സത്യത്തെ മനസ്സിലാക്കാനും കാണാനും കഴിയാത്ത നിന്റെ പിതാവിനെ അത് തുണയ്ക്കും. ഞാൻ നിന്നോടൊരു കാര്യം കൂടി പറയുന്നു. സ്വന്തം പിതാവിനേക്കാൾ ദൈവത്തെ സ്നേഹിച്ച നിനക്ക് കുറ്റബോധം വേണ്ട. ഞാൻ നിങ്ങളെല്ലാവരോടും പറയുന്നു, അപ്പനേക്കാളും അമ്മയേക്കാളും സഹോദരന്മാരെക്കാളും വലുതാണ് ദൈവം. മാനുഷികമായ രീതിയിൽ വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്താനല്ല ഞാൻ വന്നിരിക്കുന്നത്. അരൂപിയിൽ ദൈവികമായി മനുഷ്യരെ ഒന്നിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ബന്ധങ്ങൾ വിടർത്തിയിട്ട് വേണം ആത്മാക്കളെ എന്നോട് ഒന്നിപ്പിക്കുവാൻ. അങ്ങനെയുള്ള ആത്മാക്കൾ ഈ ഭൂമിയിലാണെങ്കിൽ കൂടി സ്വർഗത്തിന് അനുയോജ്യരാണ്. ലൗകിക ബന്ധങ്ങൾ ഛേദിച്ചെങ്കിലേ സ്വർഗത്തിൻ്റെ ദാസന്മാരാകാൻ കഴിയൂ. അതുകൊണ്ട് ബലവാന്മാരെ വിളിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ അവരെ കൂടുതൽ ബലമുള്ളവരാക്കും. എൻ്റെ സൈന്യത്തിലുള്ളവരെല്ലാം ബലവാന്മാരായിരിക്കണം.
സഹോദരന്മാരോടുള്ള പെരുമാറ്റത്തിൽ സൗമ്യതയും തങ്ങളുടെ അഹന്തയും സ്വാർത്ഥതയും അതിൻ്റെ പിറകിലുള്ള കുടുംബമാഹാത്മ്യത്തെയും ചെറുത്തു തോൽപ്പിക്കുന്നതിൽ ശക്തിയും പ്രകടമാക്കുന്നവരാണ് എൻ്റെ സൈനികർ. സഹോദര, കരയരുത്. നീ സഹിക്കുന്ന ഈ വേദന നിന്റെ പിതാവിനെയും സഹോദരന്മാരെയും ദൈവത്തിരുമുമ്പിൽ സ്വീകാര്യമാക്കുന്നതിന് നിന്റെ വാക്കുകളേക്കാൾ മാത്രമല്ല എൻ്റെ വാക്കുകളെക്കാളും ശക്തമാണ്. മുൻവിധികൾ കൽമതിലുകൾ ഉയർത്തിയിട്ടുള്ളത് വാക്കുകൾ കടന്നു ചെല്ലില്ല. ദൈവാനുഗ്രഹത്തിന് കടന്നു ചെല്ലാം. പരിത്യാഗ പ്രവൃത്തികൾ ദൈവാനുഗ്രഹത്തെ വിളിച്ചു വരുത്തുന്നു. ഞാൻ ഒരാളെ എൻ്റെ ശിഷ്യനാകാൻ വിളിക്കുമ്പോൾ അയാൾ ആ വിളി കേൾക്കണം. അതിൽ കവിഞ്ഞൊരനുസരണയില്ല എന്ന് സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു. നാം ദൈവത്തിൻ്റെ പക്കലേക്ക് പോകുന്നത് മറ്റുള്ളവരിൽ എന്തു പ്രതികരണമുണ്ടാക്കും, എത്ര വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ആലോചിക്കാതെ വിളി കേൾക്കണം. പിതാവിൻ്റെ മൃതദേഹം സംസ്കരിക്കാൻ പോലും അവൻ നിൽക്കരുത്. അവൻ്റെ ധീരതയ്ക്ക് പ്രതിഫലം ലഭിക്കും. അവന് മാത്രമല്ല, അവൻ ആരെയാണോ വിട്ടുപോരുന്നത്, ആരെ ഓർത്താണോ അവൻ്റെ ഹൃദയം തകരുന്നത്, ആരുടെ വാക്കുകളാണോ മുഖത്ത് ആഞ്ഞടിക്കുന്നവനേക്കാൾ അവനെ വേദനിപ്പിക്കുന്നത്, അവർക്കും പ്രതിഫലം ലഭിക്കും. നിങ്ങളെ നന്ദിയില്ലാത്ത മക്കളെന്നും അനുസരണയില്ലാത്തവരെന്നും പറഞ്ഞവർ ശപിച്ചേക്കാം. അതവരുടെ സ്വാർത്ഥത കൊണ്ടാണ്. നിങ്ങൾ അനുസരണയില്ലാത്തവരല്ല, നിഷേധികളല്ല, പുണ്യാന്മാരാണ്. വിളിക്കപ്പെട്ടവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ അവരുടെ ബന്ധുക്കളാണ്. സ്നേഹവും സ്വാർത്ഥതയും വേർതിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ആധ്യാത്മികമായി സ്നേഹിക്കാൻ പഠിക്കണം. ആത്മീയ ഗുരുവിനെ, ഗുരുവിൻ്റെ ദാസന്മാരെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കണം. നമ്മുടെ ബന്ധുക്കളുടെ ദൈവത്തിൽ സ്നേഹിക്കണം, എന്നാൽ ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കരുത്. ഈശോ നിശബ്ദനായി കുറേ നേരം ഇരുന്നു. മെല്ലെ എഴുന്നേറ്റ് തൻ്റെ സഹോദരൻ്റെ അടുത്ത് ചെന്നു. അവൻ തലകുനിച്ചിരിക്കുകയാണ്. കരയാതിരിക്കാൻ ഏറെ പാടുപെടുന്നുണ്ട്. ഈശോ അവനെ തലോടിക്കൊണ്ട് പറഞ്ഞു, യൂദാസേ, എൻ്റെ ദൗത്യം നിർവഹിക്കുന്നതിന് ഞാൻ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചു. നിന്റെ പെരുമാറ്റത്തിൽ മനസാക്ഷിക്ക് നിരക്കാത്തതായി ഒന്നുമില്ല എന്ന് എൻ്റെ മാതൃക നിന്നെ ബോധ്യമാക്കണം. എൻ്റെ അമ്മയ്ക്ക് ഞാനല്ലാതെ ആരുമില്ല, എങ്കിലും ഞാൻ അമ്മയെ വിട്ടുപോയി. ഇതൊരു സൽകൃത്യമല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യുമായിരുന്നു. യൂദാസ് ഈശോയുടെ കരം മുഖത്ത് ചേർത്തു തലയാട്ടി. പക്ഷേ ഒന്നും സംസാരിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. നമുക്ക് രണ്ടുപേർക്കും തനിച്ചു പോകാം. കൊച്ചുകുട്ടികളായിരുന്നപ്പോൾ നാം ചെയ്തിരുന്നത് പോലെ. അന്ന് അൽഫേസ് പറഞ്ഞിരുന്നത് എന്നേക്കാൾ വിവരമുള്ള ഒരു പയ്യൻ നസ്രസിലില്ല എന്നായിരുന്നു. നമുക്ക് മനോഹരമായ ഈ മുന്തിരിക്കൊലകൾ അൽഫേസിന് കൊണ്ടുപോയി കൊടുക്കാം. ഞാൻ അയാളെ അന്വേഷിക്കുന്നുണ്ട്, എനിക്ക് അയാളോട് വിരോധമൊന്നുമില്ല എന്ന് മനസ്സിലാക്കട്ടെ. നിന്റെ അമ്മയ്ക്കും ജെയിംസിനും നമ്മൾ ചെല്ലുന്നത് ഇഷ്ടമായിരിക്കും. നാളെ ഞാൻ കഫർനാമിലായിരിക്കും. മകന് ദിവസം മുഴുവൻ അപ്പൻ്റെ അടുത്തിരിക്കാമെന്ന് ഞാൻ പറയും. പ്രായമായവർ കൊച്ചുകുട്ടികളെ പോലെയാണ്. അവർക്കല്പം അസൂയയുണ്ട്. തങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നാണ് അവരുടെ വിചാരം. അവരോട് നമുക്ക് സഹതാപമാണ് തോന്നേണ്ടത്. ഈശോ പോയിക്കഴിഞ്ഞു. ഈശോ കാരണം ഒരു പിതാവും മകനും പരസ്പരം അകന്നതിൻ്റെയും അതിൽ നിന്നുണ്ടായ വേദനയുടെയും കഥ കേട്ട് ശിഷ്യന്മാർ സംസാരശക്തി നഷ്ടപ്പെട്ടവരെ പോലെയിരുന്നു. മേരി ഈശോയോട് കൂടി വാതിൽക്കൽ വരെ പോയിട്ട് ദുഃഖിച്ച് നെടുവീർപ്പിട്ടുകൊണ്ട് മടങ്ങി വന്നു. ദർശനം ഇവിടെ അവസാനിക്കുന്നു.